ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മട്ടൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് മട്ടൻ മന്തി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ മന്തിൻ്റെ പോലെ കാണാൻ അത്ര ലുക്ക് ഉണ്ടാവില്ല മട്ടൻ മന്തി, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ചിക്കൻ മന്തിയിലേറെ കൂടുതൽ ഇഷ്ടം മട്ടൻ മന്തിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സൗദി സ്റ്റൈലിലുള്ള മട്ടൻ മന്തിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിന്ന് മട്ടൻ മന്തി തയ്യാറാക്കുന്നത് ഒരു 1.5 കിലോ മട്ടൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മട്ടന് കുറച്ചും കൂടെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 1 കിലോ മട്ടന് നമുക്ക് ഒരു 4-5 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മന്തി മസാലയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മന്തി മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മട്ടനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മട്ടൻ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ എടുക്കുമ്പോൾ കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള മട്ടൻ തന്നെ എടുക്കുക കേട്ടോ. എന്നാലേ മട്ടൻ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു മട്ടൻ്റെ നെയ്യും കൂടെ വരുമ്പോഴാണ് മട്ടൻ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മട്ടനിൽ മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. നമ്മളിതുപോലെ മട്ടന് മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം വെച്ചാലുള്ളൂ മട്ടന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ലാ റൈസാണ്. നമ്മൾ കപ്സക്കും മന്തിക്കൊക്കെ എടുക്കുന്ന റൈസ് ഉണ്ടല്ലോ, അതാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബസ്മതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബസ്മതി റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്ത് വെക്കുന്ന ടൈമിൽ കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സെല്ലാ റൈസ് സോക്ക് ചെയ്ത് വെക്കുന്ന അത്ര ടൈം തന്നെ ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 ഗ്ലാസ് സെല്ലാ റൈസാണ്. ഞാൻ ഉപയോഗിക്കാറുള്ളത് അബുക്കാസിൻ്റെ റൈസാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് മന്തിയും കപ്സൊക്കെ വെച്ചാൽ. അപ്പോൾ ഏകദേശം ഒരു 1.25 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ അരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മട്ടന് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടന് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മട്ടന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം മട്ടൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് റൈസ് വേവിക്കാൻ. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെയായിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഓരോ മട്ടൻ്റെ വേവിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ മട്ടനൊക്കെ ഇതാ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ഈ ഒരു മട്ടൻ എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് റൈസ് വേവിക്കാൻ. അപ്പോൾ ഞാൻ മട്ടനൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ വെച്ചിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് നമുക്ക് മന്തിയൊക്കെ റെഡിയായ ശേഷം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ ഇതാ സവാളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റുകയാണ്. ഇനി ഓയിലിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 7 പീസ് പട്ടയുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. മന്തിയിൽ എപ്പോഴും പട്ടൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഒരു 5 ഏലക്കായും ഒരു 5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ അരി എടുത്തിട്ടുള്ള ആ ഒരു ബൗളിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം കൂടെ ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ ഞാൻ അരി എടുത്തിട്ടുള്ള ഒരു ബൗളിന് 1/4 ഭാഗം സ്റ്റോക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിന് 1/4 ബൗൾ നല്ല തിളച്ച വെള്ളമാട്ടോ ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം വേണ്ട നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ 1/2 ഗ്ലാസും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഇനി ഇതിലേക്ക് 2 ഉണക്കനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഞാനിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്റ്റോക്കിലും ഉപ്പുണ്ട്, പിന്നെ മട്ടൻ വേവിച്ചപ്പോഴുള്ള സ്റ്റോക്കിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ റൈസ് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അതാ റൈസൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് വെച്ച് കൊടുക്കുകയാണ്. ഈ റൈസിലേക്ക് ഒരു 5 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൈസിലേക്ക് പച്ചമുളക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറും കൂടെ റൈസിലേക്ക് പിടിക്കും. പിന്നെ അതേപോലെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു പച്ചമുളക് കഴിക്കുകയും ചെയ്യാം. അതിന് ശേഷം ഞാനിതിലേക്ക് മട്ടൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മട്ടൻ ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. അപ്പോൾ നിങ്ങളും മട്ടന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ വേറെ കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ റൈസിൽ മുഴുവൻ മട്ടനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ബൗൾ ഞാൻ മട്ടൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കത്തിച്ച് വെച്ചിട്ടുള്ള ചാർക്കോളിൻ്റെ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കത്തിയ ശേഷം വേണം നമ്മൾ ചാർക്കോളിൻ്റെ പീസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു പുക വരുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു പാത്രം അടച്ച് വെക്കണം. ഈ ഒരു സ്മോക്കി ഫ്ലേവർ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മന്തിൻ്റെ അതേ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഈ മട്ടനിലും റൈസിലൊക്കെ ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ചാർക്കോളിൻ്റെ ബൗൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മട്ടന് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഈ റൈസ് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റൈസൊക്കെ ഇതാ പാകത്തിന് കുക്കായിട്ടുള്ളൂ കേട്ടോ. അരിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മന്തി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മന്തിയും കപ്സൊക്കെ കഴിക്കുമ്പോൾ ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മട്ടൻ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മളുടെ ഷികാസ്കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്